IPL 18-ാം അംഗം 4-ാം റൗണ്ട് പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോയിന്റ് പട്ടികയുടെ അടിത്തട്ടിലാണ്. 3 മത്സരങ്ങളിൽ 2-ലും തോറ്റു. സൺറൈസേഴ്സ് ഹൈദരാബാദിനും മാറ്റമില്ല. തുടർച്ചയായ 2ാം തോൽവിയുമായാണ് നിലവിലെ റണ്ണേഴ്സ് ഈഡൻ ഗാർഡൻസിൽ എത്തുന്നത്. ഒരു വർഷം മുൻപ് IPL-ൽ പ്ലേ ഓഫിലും ഫൈനലിലും ഏറ്റുമുട്ടിയ വമ്പൻ ടീമുകൾ. മെഗാ താരലയത്തിന് ശേഷവും സൂപ്പർ താരങ്ങളെ നിലനിർത്തി ടീമിൽ കാര്യമായ മാറ്റമില്ലാതെയാണ് ഇത്തവണയും ഇറങ്ങിയതെങ്കിലും ഒരു ജയം മാത്രമാണ് ഇരുവർക്കും നേടാനായത്. കഴിഞ്ഞ വർഷം പ്ലേ ഓഫിലും ഫൈനലിലും സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ച ആത്മവിശ്വാസവുമായാണ് കൊൽക്കത്ത സ്വന്തം മണ്ണിൽ ഇറങ്ങുന്നത്. ഇനി കൊൽക്കത്ത ടീമിലേക്ക് വന്നാൽ വലിയ സ്കോറിലെത്താനുള്ള താരങ്ങളുണ്ട്. ബൗളിംഗിൽ 7-8 ഓപ്ഷനുണ്ട്. പക്ഷേ കൊൽക്കത്തയ്ക്ക് പതിവ് വീര്യം ഇത്തവണ പുറത്തെടുക്കാനായിട്ടില്ല. 3 മത്സരങ്ങളിൽ ഒരിക്കൽ പോലും 200 റൺസ് കടക്കാനായിട്ടില്ല കൊൽക്കത്തയ്ക്ക്. ഈ IPL-ൽ ഒരു ടീം നേടുന്ന ഏറ്റവും കുറഞ്ഞ സ്കോർ മുംബൈക്കെതിരെ കുറിച്ചതും കൊൽക്കത്ത തന്നെ. 116 റൺസിനാണ് കൊൽക്കത്ത അവസാന മത്സരത്തിൽ മുംബൈക്കെതിരെ ഓൾ ഔട്ടായത്. ബാറ്റിംഗിലെ സ്ഥിരതയില്ലായ്മ ടീമിന് വലിയ വെല്ലുവിളി. ഓപ്പണിംഗിലെ പരീക്ഷണവും ഇത്തവണ പാളി. ഇനി ഹൈദരാബാദ് ടീമിലേക്ക് വന്നാൽ ആദ്യ മത്സരത്തിൽ IPL ചരിത്രത്തിലെ 2ാമത്തെ സ്കോർ പടുത്തുയർത്തിയ സൺറൈസേഴ്സ് തുടർച്ചയായ 2 മത്സരങ്ങളിൽ തോൽവി വഴങ്ങിയ നിരാശയിലാണ് കൊൽക്കത്തയെ നേരിടാനെത്തുന്നത്. വമ്പനടിക്കാരായ മുൻനിര പതിവ് ഫോമിലേക്ക് തിരിച്ചെത്തിയാൽ സൺറൈസേഴ്സിനെ തടയുക കൊൽക്കത്തയ്ക്ക് എളുപ്പമാകില്ല. ട്രാവിസ് ഹെഡും ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും ഹെൻറിച്ച് ക്ലാസിനുമെല്ലാം വാഴുന്ന സൺറൈസേഴ്സ് നിരയിൽ ഈ IPL-ലെ കണ്ടെത്തലാണ് അനികേത് വർമ്മ. 3 മത്സരങ്ങളിൽ 205 സ്ട്രൈക്ക് റേറ്റിൽ 117 റൺസാണ് മധ്യപ്രദേശുകാരനായ അനികേത് അടിച്ചെടുത്തത്. അവസാന മത്സരത്തിൽ തോറ്റെങ്കിലും 23-കാരൻ നേടിയത് 41 പന്തിൽ 74 റൺസ്. ഇനിയുള്ള മത്സരങ്ങളിലും ഹൈദരാബാദിന്റെ മധ്യനിര ബാറ്റർ എതിരാളികളുടെ ശ്രദ്ധാകേന്ദ്രമാകും. ഇനി നേർക്കുനേർപ്പോരിന്റെ കണക്ക് നോക്കാം. നേർക്കുനേർപ്പോരിൽ ഹൈദരാബാദിനേക്കാൾ മുൻതൂക്കമുണ്ട് കൊൽക്കത്തയ്ക്ക്. ആകെ കളിച്ച 28 മത്സരത്തിൽ 19-ലും ജയിച്ചത് കൊൽക്കത്ത. ഹൈദരാബാദിന് ജയിക്കാനായത് വെറും 9 മത്സരങ്ങളിൽ മാത്രം. ഇനി കഴിഞ്ഞ സീസണിലെ കണക്കെടുത്താൽ അവിടെയും കൊൽക്കത്തയ്ക്ക് തന്നെയാണ് മേൽക്കൈ. ആകെ കളിച്ചത് 3 മത്സരങ്ങളിലാണ്. 3-ലും ഹൈദരാബാദ് കൊൽക്കത്തയോട് തോറ്റു. ലീഗ് ഘട്ടത്തിലും പ്ലേ ഓഫിലും ഫൈനലിലും കൊൽക്കത്തയ്ക്ക് മുന്നിൽ ഹൈദരാബാദ് വീണു. ഹൈദരാബാദിനും കൊൽക്കത്തയ്ക്കും വിജയവഴിയിലെത്തണം. കണക്കുകൾ തീർക്കാനുണ്ട് ഹൈദരാബാദിന്. ഇനി ഈഡൻ ഗാർഡൻസിലേക്ക്.